വെള്ളിയാഴ്ച പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന മൈം ഷോ ആണ് കുട്ടികൾക്ക് വീണ്ടും അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത്. 12 മണിയോടുകൂടി തന്നെ കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതേ വേദിയിൽ കുട്ടികൾ ആ ഒരു മൈം ഷോ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നേരത്തെ 10 പേരായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ 7 പേർ മാത്രം വെച്ച് ഇവിടെ ഇപ്പോൾ കൃത്യമായി കലോത്സവ മാനുവൽ പ്രകാരം തന്നെ ആ ഒരു മൈം ഷോ അവർക്ക് അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു മൈം ഷോ അവതരിപ്പിച്ചപ്പോൾ വലിയ തോതിൽ കുട്ടികളെല്ലാം കരഘോഷം മുഴക്കിയാണ് ഇവരെ വരവേറ്റത്. എന്തായാലും വലിയ തോതിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. PTA-യുടെയും അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ മൈം ഷോ അവതരിപ്പിച്ചത്. നമ്മോടൊപ്പം ആ കുട്ടികൾ കൂടി ചേരുന്നുണ്ട്. എന്താണ് ഈ മൈം ഷോ വീണ്ടും അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എങ്ങനെ കാണുന്നു? നല്ല സന്തോഷത്തോടെ കാണുന്നു. വളരെ നന്ദിയുണ്ട് വീണ്ടും അവസരം തന്നതിന്. ഓക്കെ, ഇതിപ്പോൾ എത്ര പേരായിരുന്നു നിങ്ങൾ അവതരിപ്പിച്ച കലോത്സവ മാനുവൽ പ്രകാരം തന്നെയാണോ? എല്ലാ അതിൻ്റെതായ റൂൾസ് പ്രകാരം തന്നെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. 6 പേര് അവതരിപ്പിച്ചു. വേറെ പ്ലക്കാർഡോ അങ്ങനത്തെ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ട, ഒരു ഡോൾ പോലും യൂസ് ചെയ്തിട്ട, എല്ലാ റൂൾസ് പ്രകാരം നമ്മൾ പ്രധാനമായും പ്രമേയം ഈ കുട്ടികൾ, അതായത് പലസ്തീനിലെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതം, അതല്ലേ? അതെ, കുട്ടികളെ പലസ്തീനിൽ നിന്നല്ല, എവിടെയായാലും കുട്ടികളും എല്ലാവരും അനുഭവിക്കുന്ന ദുരിതം നമ്മളൊരു സ്ക്രീനിൽ കാണിച്ചു, അത്രേ ഉള്ളൂ. അത് മിഞ്ഞാന്ന് ഭയങ്കര പ്രശ്നമായി. പക്ഷേ ഇപ്പം നമുക്ക് സന്തോഷമുണ്ട്, ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതാണ് കുട്ടികൾ പറയുന്നത്. അവർ വലിയ സന്തോഷത്തിലാണ്. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇവർക്ക് ഇത്തരത്തിലൊരു അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു. അതോടൊപ്പം PTA കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു അധ്യാപകരുടെ സ്കൂളിലെ അധ്യാപകരുടെ പിന്തുണയും ഇവർക്ക് ഇതിൽ വലിയ പ്രചോദനമായി. എന്തായാലും ഈ പരിപാടി ഇതേ വേദിയിൽ തന്നെ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റി. ഇതിനിടയിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പലസ്തീൻ വിഷയം സ്കൂളുകളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിഷയമായി കൊണ്ടുവരുന്നതിനെതിരെയാണ് അവർ വന്നത്. ഇതിൽ PTA കമ്മിറ്റിക്ക് ഉൾപ്പെടെ കേസെടുക്കണമെന്ന ഒരു ആവശ്യമാണ് ഈ BJP ഉന്നയിച്ചത്. അത്തരത്തിൽ സ്കൂളിന് പുറത്ത് ഈ മൈം ഷോ അവതരിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ വലിയ പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്നും നമ്മൾ ഇവിടെ നിന്നും കണ്ടത്. എന്തിനാണ് സിന്ദൂരിന്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത്? ഇത് പറയേണ്ടി വരും. അങ്ങനെ കേസെടുക്കുമ്പോൾ പാലസ്തീന്റെ കൊടി ഉയർത്തുമ്പോ അതിന് കേസെടുക്കണം. ഒരു സ്കൂളിൽ രാഷ്ട്രീയം വേണ്ട. ഇവർക്ക് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നടത്തണമെങ്കിൽ പാലസ്തീന്റെ കൊടി അവർക്ക് ഐക്യത പറയണമെങ്കിൽ അവർ പൊതുസ്ഥലത്ത് വെച്ച് ചെയ്യട്ടെ. ഈ സ്കൂളിന്റെ അകത്ത്, സ്റ്റേജിന്റെ അകത്ത് എന്തിനാണ് ഈ രാഷ്ട്രീയം വിളിക്കുന്നത്? ഇന്നിപ്പോ അവർ കൊടി ഉയർത്തിയിട്ടില്ല. ഇന്ന് മുദ്രാവാക്യം വിളിച്ചില്ല. നിങ്ങളെ മുമ്പിൽ തന്നെയല്ല മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതല്ല ഞാൻ ചോദിക്കുന്നത്, മുദ്രാവാക്യം വിളിച്ചോ ഇല്ലയോ? നിങ്ങളെ സ്കൂളിന്റെ അകത്ത് അപ്പൊ ഒരു പ്ലാന്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, കുട്ടികളെ രാഷ്ട്രീയത്തിന് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, കുട്ടികളെ രാഷ്ട്രീയത്തിന് നമ്മൾ പറഞ്ഞില്ലല്ലോ. പക്ഷെ പുറത്തുള്ള ആൾക്കാർ എന്തിനാണ് ഈ തരത്തിലുള്ള രാജ്യവിരുദ്ധ വിഷയത്തിന് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്? ഇന്ന് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഭീകരവാദ അതോടൊപ്പം ഏറ്റവും പ്രധാനം ഈ കുമ്പള ജനകീയ വേദി എന്ന ഒരു കൂട്ടായ്മ കുട്ടികൾക്ക് പിന്തുണയുമായി ഈ എത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായി. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു അവർ കുട്ടികൾക്ക് ഇവിടെ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നമ്മള് ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇത് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഇത് നടക്കുന്ന സമയത്ത് ഇവിടെ സംബന്ധിക്കാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇന്ന് കൃത്യമായിക്കൊണ്ട് ആ പരിപാടി വളരെ നല്ല രീതിയിൽ കുട്ടികൾ നടത്തിയിട്ടുണ്ട്. ഇതിനെ ആര് ചേർത്താലും ഞങ്ങൾ അത് എതിർക്കുക തന്നെ ചെയ്യും, അത് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ആ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ച് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പലസ്തീനിലെ കുട്ടികളെ ദുരിതമെല്ലാം നമ്മൾ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കാണുന്ന വിഷയമാണ്. ഇത് എല്ലാവരിലേക്ക് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്തരത്തിൽ എല്ലാ പാർട്ടിയും യോജിച്ചുകൊണ്ട് ടൗണിൽ സ്റ്റേജ് കെട്ടിക്കെട്ടി തന്നെ പിള്ളേർക്ക് സപ്പോർട്ട് കൊടുക്കുമെന്നാണ് ഇന്ന് പറയാനുള്ളത്. എന്തായാലും ഇനി വരും ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലും ഒരു പക്ഷേ പലസ്തീൻ വിഷയം ഉയർന്നു വന്നേക്കാം. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ ഒരു വിഷയം കുമ്പളയിൽ നിന്നും തിരികൊളുത്തിയ ഈ വിഷയം അതിനി വരും ദിവസങ്ങളിൽ മറ്റ് സ്കൂളുകളിലേക്കും വ്യാപിച്ചേക്കാം. എന്തായാലും ഈ ഒരു വിഷയം ഇതിവിടെ തീരുന്നില്ല. ഇതൊരു ചർച്ചാ വിഷയമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സന്തോഷവാന്മാരാണ്. അവർക്ക് മന്ത്രിയുടെ ഉൾപ്പെടെ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെ പിന്തുണ കിട്ടി. അതോടൊപ്പം വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ അവർക്ക് കിട്ടിയെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് ഇതിൽ കാണികളായി എത്തിയ ഇവിടുത്തെ കുട്ടികളും വലിയ സന്തോഷത്തിലാണ് ഇവർ വരവേറ്റത്. അത്തരം ഒരു കാഴ്ചയാണ് നമുക്ക് കുമ്പളയിൽ നിന്നും കാണാൻ സാധിച്ചത്. കുമ്പളയിൽ നിന്നും KV ബൈജു, ന്യൂസ് 18.